എപ്പോഴും ഒരു ക്രിയേറ്റിവിറ്റിയാണ് നോക്കേണ്ടത്. കാരണം നശിപ്പിച്ചിട്ട് അവിടെ നിന്നൊരു എനർജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈശ്വരൻ ദേവതാഭാവം എന്ന് ഞാൻ പറയത്തുള്ളൂ. ഒരാൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പലരും സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അയാൾക്ക് അവിടെ ഒരു ഇൻട്രപ്ഷൻ ഉണ്ടാവുകയും അതിനകത്ത് വ്യത്യാസം വരികയും ചെയ്യും. സൂര്യൻ്റെ ചൂടിന് കാഠിന്യം ഉണ്ടാകുന്നുണ്ട്, സൂര്യൻ്റെ സൈസ് കുറയുന്നുണ്ട്. എല്ലാ ഗ്രഹങ്ങളിലും അപ്പം കാലാന്തരത്തിൽ മാറ്റം ഉണ്ടാവും. ഈ ജ്യോതിഷം വെച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും പഠിക്കാൻ കഴിയും. ജ്യോതിഷം എന്ന് പറയുന്നത് 3 പാർട്ടാണുള്ളത്. ഒന്ന് അസ്ട്രോണമി ഉണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട്, പ്രഡിക്ഷൻ ഉണ്ട്. മനുഷ്യനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഗ്രഹം ഏതാണ്? സൂര്യൻ തന്നെ. ശനി ഉപദ്രവിക്കുന്ന ഒരു ഗ്രഹമാണ്? ഒരിക്കലല്ല. ഒരു ഗ്രഹം ആരും ഉപദ്രവിക്കത്തില്ലല്ലോ. എപ്പോഴും ഒരു ക്രിയേറ്റിവിറ്റിയാണ് നോക്കേണ്ടത്. കാരണം നശിപ്പിച്ചിട്ട് അവിടെ നിന്നൊരു എനർജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. അത് ശരിയല്ലത്. അത് നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാൻ പറ്റും. മനസ്സിലായി. അപ്പം അവിടെ നമുക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഒരു ഉപാസകൻ അല്ലെങ്കിൽ ഒരു താന്ത്രികൻ അയാൾക്ക് അയാളുടെ രീതിയിലൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിനിപ്പോൾ ഒരു പുസ്തകം വേണമെന്നോ ഒരു ബേസിക് ഒരു പുസ്തകത്തിനെ മാത്രം ഫോക്കസ് ചെയ്ത് പോകണമെന്നോ ഒന്നും ഒരു നിർബന്ധമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ വരുമ്പോഴാണ് ഇതിനെ ഈ സയൻസിൻ്റെ ചട്ടക്കൂടിനകത്ത് നിർത്താൻ പറ്റാതെ വരുന്നത്. ഒരാളിന് ഏത് ലെവലിലേക്ക് വേണമെങ്കിലും മാറാൻ പറ്റും. ഒരാളിനൊരു കൊലപാതകയാവും, ഒരാളിനൊരു ഇന്ത്യൻ പ്രസിഡൻറ്റും ആവാൻ പറ്റും. ഒരാളിന് ട്രാൻസ്ഫോർമേഷനാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൽ ഏത് ആവണം എന്നുള്ള അവനോട് ചിന്തിക്കണം. ഇതിനിടയ്ക്ക് നിന്നിട്ട് ഇത് രണ്ടും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമില്ല. അല്ല, ഈ താന്ത്രിക രീതിയിൽ വരുന്നത് ആരാധനകളാണ്. ഇപ്പോൾ സർപ്പാരാധന, ദേവതാ ആരാധന, അങ്ങനെ പിന്നെ ഉപാസന പദ്ധതികളാണ് വരുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ നമ്മൾ പോകുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഉപാസനയാകുമ്പോൾ തന്നെ ഒരുപാട് ദേവതകളുണ്ട്. അപ്പോൾ ഈ ഒരുപാട് ദേവതകൾ എന്ന് പറയുന്നതെല്ലാം സത്യമാണോ, അതോ ഇതെല്ലാം ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് മാത്രമാണോ? ദേവതകൾ എന്ന് പറയുന്നത് ഇപ്പം എന്നോട് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈശ്വരൻ ദേവതാഭാവം എന്ന് ഞാൻ പറയത്തുള്ളൂ. മനസ്സിലായില്ല. പലരും ഈ പല ദേവതാഭാവങ്ങളെ പറയുന്നത് ഈ പറഞ്ഞ പോലെ 17-ാം നൂറ്റാണ്ടിൽ 15-ാം നൂറ്റാണ്ടിൽ എഴുതിയിരിക്കുന്ന പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളുകൊണ്ടാണ്. ഇപ്പം പല ഗ്രന്ഥങ്ങളുണ്ട്. മന്ത്രം ജപിച്ച് ഇത്ര നാൾ ജപിച്ചു കഴിഞ്ഞാൽ ഇന്ന അത്ഭുതം സംഭവിക്കും എന്നുള്ളത്. പക്ഷെ അത് അന്നായിരുന്നു. ഇപ്പോൾ അത് ഫലിക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ അന്നത്തെ അവസ്ഥയും സാഹചര്യവും ഭൂമിയുടെ അവസ്ഥ തന്നെ മാറിയിട്ടുണ്ട്. അവിടുത്തെ അന്തരീക്ഷ എലമെൻറ്റ് പോലും മാറ്റം വന്നിട്ടുണ്ട്. അന്നത്തെ എലമെൻറ്റ്സ് അല്ല അന്തരീക്ഷത്തിൽ ഇപ്പോൾ ഉള്ളത്. അന്ന് ചിലപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അന്ന് ചിലപ്പോൾ വനമായിരുന്നായിരിക്കും. മനസ്സിലായോ? അപ്പോൾ ആ സ്ഥലത്ത് ഇവിടെ വന്നിരുന്ന് തപസ് ചെയ്ത് കഴിഞ്ഞാൽ ദൈവം പ്രത്യക്ഷപ്പെടും, ഇല്ലെങ്കിൽ ഒരു എനർജി പ്രത്യക്ഷപ്പെടും, നമുക്കതിന് വരം ചോദിക്കാമെന്നൊക്കെ ഉള്ളൊരു അവസ്ഥ അന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നത് പാടെ മാറും. ഇന്ന് അതേപോലെ ഇവിടെ നമ്മളിത് ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും ഫലിക്കില്ല. കാരണം എന്ന് വെച്ചാൽ അതിന് വീണ്ടും കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഒരു കർമ്മം ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും 2 പേര് അതിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു വെച്ചു, കർമ്മം ചെയ്യുന്നതിന് നോക്കിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ അതേ ആൾ അങ്ങനെ തന്നെ കർമ്മം ചെയ്യുമ്പോൾ 2 പേര് നോക്കുന്നതിന് പകരം 200 പേര് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ രണ്ടിലും അവിടെ ഉണ്ടാകുന്ന ചൈതന്യത്തിലെ എനർജിയിലും വ്യത്യാസം വരും. അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യരാണ്. ഓരോരുത്തരും കണ്ടുകൊണ്ട് നിൽക്കുന്നവരും മനുഷ്യരാണ്. അവരുടെ അതാണ് നമ്മൾ അറിയാത്തൊരു പവറുണ്ട്. നമ്മൾ അറിയാത്തൊരു പവർ കൊണ്ട് നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ വളരെ മൈന്യൂട്ടായിട്ട് ഇൻറ്ററപ്റ്റ് ചെയ്യാൻ പറ്റും. കൺട്രോൾ ചെയ്യാം. ആദ്യം നമ്മൾ തുടങ്ങി, ഇപ്പോൾ ഇൻ്റർവ്യൂവിൽ ആദ്യം തുടങ്ങിയ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ച സംഭവം, ഇപ്പോൾ എനിക്ക് കുറച്ച് നേരം രാഹുലിൻ്റെ കണ്ണിലേക്ക് നോക്കിയിരുന്ന് എന്തെങ്കിലും ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ചൊക്കെ രാഹുലിന് മനസ്സിലാവും. ഓക്കെ, എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ നോക്കുന്നു എന്നെങ്കിലും മനസ്സിലാവും. അതിൻ്റെ അടുത്ത തലമാണ് ബാക്കി കൺട്രോൾ ചെയ്യുന്നത്. ആ ഡിസ്റ്റർബൻസ് ഇവിടെയും വരും. അത് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ ഈ ഒരാൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പലരും സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അയാൾക്ക് അവിടെ ഒരു ഇൻട്രപ്ഷൻ ഉണ്ടാവുകയും അതിനകത്ത് വ്യത്യാസം വരികയും ചെയ്യും. കാര്യങ്ങൾ നടന്ന ആളുകളെ കാണിച്ചു അതെല്ലാം ചെയ്തു പോയി, കാര്യം ശരിയാണ്. പക്ഷേ എന്നാലും അവിടുത്തെ ഒരു എനർജി ലോസ് അവിടെ ഉണ്ടാവുന്നുണ്ട്. ആളുകൾ കൂടിക്കഴിഞ്ഞാൽ എനർജി ലോസ് ഉണ്ടാവുമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം ഈ 200 പേരോ 500 പേരോ ഉണ്ടെങ്കിൽ എല്ലാവരും നോക്കണം നിർബന്ധമില്ല. ചില ആളുകൾ ചില ഭാഗത്ത് ചില സാഹചര്യത്തിൽ, അതുകൊണ്ടാണ് ചില പൂജകളിൽ ആളുകൾ കാണണ്ട, മാറി നിൽക്കുന്നുള്ള രീതി പറയുന്നതൊക്കെ. നോക്കിക്കൊണ്ടിരുന്നാൽ അവിടെ ബുദ്ധിമുട്ടുണ്ടാവും. ആ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ആ ഒരു ക്രിയയെ അത് ബാധിക്കും. മനസ്സിലായോ? ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ ഗ്രഹങ്ങളുടെ എല്ലാം
സ്ഥാനചലനം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ എനർജിയിൽ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ജ്യോതിഷത്തിലും ബാധിക്കുമെന്ന് അങ്ങനെയല്ല ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമി കാലാന്തരത്തിൽ ഭൂമിയുടെ അച്ചുതണ്ടിന് പോലും ചരിവ് വരുന്നുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സൂര്യൻ്റെ ചൂടിന് കാഠിന്യം ഉണ്ടാകുന്നുണ്ട്, സൂര്യൻ്റെ സൈസ് കുറയുന്നുണ്ട്. എല്ലാ ഗ്രഹങ്ങളിലും അപ്പം കാലാന്തരത്തിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട്. ആ മാറ്റം അനുസരിച്ച് ഗണിച്ചെടുക്കുന്നതാണ് ഗ്രഹനില എന്ന് പറയുന്നത്. ഈ ആസ്ട്രോണമിയും മാത്തമാറ്റിക്സും കൂടെ ചേരുന്നതാണ്. ഇപ്പം എന്ന് വെച്ചാൽ ജ്യോതിഷം എന്ന് പറയുന്നത് 3 പാർട്ടാണുള്ളത്. ഒന്ന് അസ്ട്രോണമി ഉണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട്, പ്രഡിക്ഷൻ ഉണ്ട്. ഇതിനകത്ത് അസ്ട്രോണമി ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള സയൻസ് ആണെന്ന്, സ്ഥിരമായ സയൻസ് ആണെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ വളരെ മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസങ്ങൾ വരുന്നുണ്ട്, അത് നമ്മൾ കണ്ടുപിടിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് മാത്സ് ആണ്, അത് ഓക്കെ പ്രൂവ്ഡ് ആണ്. ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഈ ഗ്രഹനില വരുന്നത്. അതുകൊണ്ടാണ് ഈ കമ്പ്യൂട്ടർ ജാതകം, കമ്പ്യൂട്ടർ ഗ്രഹനില ഉണ്ടാകുന്നത്. അതിന് ശേഷമുള്ള കാര്യത്തിലാണ് ഈ പ്രശ്നം വരുന്നത്, പ്രഡിക്ഷൻസ്. ആ പ്രഡിക്ഷൻ എന്തൊക്കെ ഭാവങ്ങളിൽ എങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഇതിന് ഇന്ന ഫലം ഉണ്ടാവുമെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ ഈ ജ്യോതിഷന് കഴിയണം. പക്ഷേ ഇത് അതിലെഴുതിയിരിക്കുന്ന മന്ത്രങ്ങളാണെങ്കിലും അതിലെഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ ഗ്രഹങ്ങളെ വെച്ചുകൊണ്ട് തന്നെയല്ലേ എഴുതിയത്. അത് ആ കാലഘട്ടത്തിലല്ലേ എഴുതിയത്. അപ്പോൾ കാലഘട്ടം മാറുമ്പോൾ ഇതിനെല്ലാം എനർജിയിൽ വ്യത്യാസം വരുമ്പോൾ ആ മന്ത്രങ്ങൾ ഫലിക്കുമോ? മന്ത്രമല്ല, അതിന് ശ്ലോകങ്ങൾ എന്ന് പറയും. ആ ശ്ലോകങ്ങൾ ആ ശ്ലോകങ്ങൾ ഫലിക്കും. പക്ഷെ അതെന്ന് പറയുന്നത് ഈ എന്താണ് ജ്യോതിഷൻ അതും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം പ്രെഡിക്റ്റ് ചെയ്യാൻ. അവിടെയാണ് ഇപ്പോൾ പ്രശ്നം വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ചിലർക്ക് ഫലിക്കുന്നില്ല എന്ന് പറയുന്നത്. അപ്പം ഞാൻ ആ ഒരു ഏരിയയിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്ഥാനചലനം സംഭവിച്ചിട്ടില്ല. സ്ഥാനചലനം സംഭവിക്കുമ്പോഴാണ് ഈ ഇത്രയും ഡ്രാസ്റ്റിക് ആയിട്ടുള്ള പ്രശ്നം വരുന്നത്. സ്ഥാനചലനമല്ല, വളരെ മൈന്യൂട്ടായിട്ടുള്ള വേരിയേഷൻസ് സംഭവിച്ചിട്ടുണ്ട്. ആ സംഭവിച്ച വേരിയേഷൻസ് നമ്മുടെ ഗ്രഹനിലയിൽ സോഫ്റ്റ്വെയർ വെച്ച് നമുക്ക് ഡയറക്റ്റായിട്ട് എടുക്കാൻ പറ്റും. അപ്പം നമുക്ക് അവിടം വരെ ഇപ്പം പണ്ടത്തെ പോലെ ഗണിച്ച് ഗ്രഹം എവിടെ നിൽക്കുന്നു എന്ന് നോക്കേണ്ട ആവശ്യം ഇപ്പോൾ ഇല്ല. ത്രൂ സോഫ്റ്റ്വെയറിൽ നമുക്ക് കറക്റ്റ് ഗ്രഹനില കിട്ടും. ബാക്കിയുള്ളത് പറയുന്നതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് മാറ്റമുണ്ട്. നിമിത്തം ഉൾപ്പെടെയുള്ള അവസ്ഥയിൽ നമ്മൾ കണ്ട് മനസ്സിലാക്കി വേണം പറയാൻ. പക്ഷെ അത് വെറുതെ ഒരാൾക്ക് പറ്റത്തില്ല. ആ പറയുന്ന ജ്യോതിഷനും ഒരു സാധകനായിരിക്കണം. എങ്കിൽ മാത്രമേ ഈ പറയുന്ന, എന്ന് വെച്ചാൽ സയൻസ് ആണെങ്കിൽ എല്ലാവർക്കും പറയാം. നാളെ ഇതിനെപ്പറ്റി യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാൾക്കും വേണേൽ നാളെ വന്നിരുന്ന് പറയാൻ പറ്റും, ഓക്കെ ഇന്നാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ, ഇന്ന കാര്യങ്ങൾ ചെയ്താൽ മാറുമെന്ന് പറയാൻ പറ്റും. പക്ഷെ ഇത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള സയൻസ് അല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഈ ജ്യോതിഷം വെച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുമോ? എല്ലാ കാര്യങ്ങളും പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ പ്രെഡിക്റ്റ് ചെയ്യുമല്ല ഇതെന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്, എല്ലാ കാര്യങ്ങളും ഉദ്ദേശിച്ചത്? ഇപ്പോൾ ഭാരതത്തിന്റെ ഭാവി പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരുപാട് ഇല്ല, അങ്ങനെയല്ല. ജ്യോതിഷം ഇപ്പം എൻ്റെ അറിവാണ്, ഞാൻ മനസ്സിലാക്കിയത് വെച്ച് ജ്യോതിഷം എങ്ങനെയാണ് ഒരാളിനെ സ്വാധീനിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ ഭൂമിയിലേക്ക് ജനിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ സമയത്ത് ഉണ്ടായിരിക്കുന്ന ഗ്രഹങ്ങളുടെ നിലയനുസരിച്ച് ഈ ആളിൻ്റെ ജീവിതത്തിലും സാഹചര്യങ്ങളും അനുസരിച്ച് മാറ്റങ്ങൾ വരാം. അതായത് അവസ്ഥകൾ മാറ്റം വരാം. ഇപ്പം നമ്മൾ തമ്മിൽ കാണുന്നത് സൂര്യപ്രകാശം ദേഹത്ത് അടിക്കുമ്പോഴാണ് നമ്മൾ വേറൊരാളിനെ കാണുന്നത്. നമ്മൾ ഈ അടച്ചിട്ട മുറിയിൽ ഇരിക്കുകയാണെങ്കിലും ഇതിനകത്ത് സൂര്യപ്രകാശത്തിന് എന്തെങ്കിലും രശ്മികൾ വന്നിട്ടുണ്ട്. നമ്മൾ കാണുന്ന പ്രകാശരശ്മി മാത്രമല്ല എല്ലാ ഗ്രഹങ്ങൾക്കും ഉള്ളത്, മറ്റു പല രശ്മികളും ഉണ്ട്. ആ രശ്മികൾക്ക് ഇത് അടച്ചിട്ട മുറിയിലേക്കും കയറുന്നതിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ വിസിബിളി കാണാത്ത രശ്മികളുണ്ട്. അപ്പം അങ്ങനെ വരുന്നതാണ് പല ഗ്രഹങ്ങളുടെയും റേസുകൾ എന്ന് പറയുന്നത്. അപ്പം ഭൂമിയിലേക്ക് ഒരു കുഞ്ഞ് ആദ്യം ജനിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ ദേഹത്ത് വീഴുന്ന ഗ്രഹങ്ങളുടെ രശ്മികൾ, ആ ഗ്രഹങ്ങളുടെ അവസ്ഥ ഈ കുഞ്ഞിൻ്റെ ഭാവികാല ജീവിതത്തെ ആശ്രയിച്ച്, ഗ്രഹങ്ങളുടെ അവസ്ഥയും ഈ കുഞ്ഞിനെ ബാധിക്കും എന്നുള്ളതാണ് കാര്യം. മനുഷ്യനെ എല്ലാ ഗ്രഹങ്ങളും സ്വാധീനിക്കുന്നുണ്ട് എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. എല്ലാ ഗ്രഹങ്ങളും മാത്രമല്ല, പ്രപഞ്ചം മൊത്തം സ്വാധീനിക്കുന്നുണ്ടല്ലോ. ഈ ഗ്രഹങ്ങളുടെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പലപ്പോഴും ശനി അല്ലെങ്കിൽ ചൊവ്വ, ചന്ദ്രൻ, ഇതൊക്കെയാണ് നമ്മൾ കൂടുതലും പറയാനുള്ളത്. മനുഷ്യനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഗ്രഹം ഏതാണ് ചേട്ടൻ്റെ ഒരു അറിവ്? സൂര്യൻ തന്നെ തീർച്ചയായിട്ടും. എൻ്റെ അഭിപ്രായത്തിൽ സൂര്യൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ആളുകൾ എന്തിനാണ് ഈ ശനിയെ കൂടുതൽ ഭയക്കുന്നത്? അത് പലരും പല രീതിയിലുള്ള ആളുകളാണ്. ആളുകൾക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ ആളുകൾ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് അത് അവർക്ക് ഇപ്പം ആരെങ്കിലും കുറേ ആൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം ശനി നിങ്ങൾക്ക് ഉപദ്രവമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട്. ശനി ഉപദ്രവിക്കുന്ന ഒരു ഗ്രഹമാണ്? ഒരിക്കലും അല്ല. ഒരു ഗ്രഹം ആരും ഉപദ്രവിക്കത്തില്ലല്ലോ. അത് അവരുടെ ഗ്രഹനിലയിൽ എങ്ങനത്തെ അവസ്ഥയിൽ നിൽക്കുന്നു എന്നനുസരിച്ചിരിക്കും. ഇപ്പം ശനി എനിക്കും രാഹുലിനും പല രീതിയിലായിരിക്കാം, ചൊവ്വ എനിക്കും രാഹുലിനും പല രീതിയിലായിരിക്കാം. മനസ്സിലായി? അപ്പം അവരവരുടെ ഗ്രഹനില അനുസരിച്ച് നമ്മളെല്ലാം ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഒരേ സൂര്യന്റെ എനർജി തന്നെയല്ല, അല്ലെങ്കിൽ ഒരേ ചന്ദ്രന്റെ എനർജിയാണ്. നമ്മൾ ഭൂമിയിൽ ഇപ്പോൾ ഒരേ സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് കിട്ടുന്നത് നമ്മൾ ജനിച്ച സമയത്തിന്റെ കാര്യം പറഞ്ഞത് ഇപ്പോഴത്തെ അവസ്ഥയല്ല. നമ്മൾ ജനിച്ച സമയത്തിന്റെ ഉണ്ടായിരുന്ന ഗ്രഹനില വെച്ചിട്ടാണ്
ഇപ്പോൾ ബാക്കി നോക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തെ ആയിരിക്കില്ലേ യഥാർത്ഥത്തിൽ ഇത് സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നതും? അതെ, ഇപ്പോഴത്തെ സാഹചര്യം അന്ന് മുതൽ അത് റെഫറൻസ് വെച്ചിട്ടാണ് ഇപ്പോഴത്തെ സാഹചര്യം എടുക്കുന്നത്. ഏതാണ് ജനിച്ച സമയത്ത് ഒരു ഫിക്സഡ് ഗ്രഹനില ഉണ്ട്, അതിനെ റെഫറൻസ് വെച്ചിട്ടാണ് ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് ചെക്ക് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഈ കാര്യങ്ങൾ അറിയുന്നതും മനസ്സിലാവുന്നതും. ഇതിൽ ഓക്കെ, ഇപ്പം ഒരു 10% ആളുകൾക്കെങ്കിലും ജ്യോതിഷത്തിൽ വിശ്വാസം ഉണ്ടാവുന്നത് ആ 10% ആളുകൾക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടല്ലേ. അപ്പോൾ ആർക്കും വിശ്വാസം ഇല്ലാതിരിക്കുന്ന ഏരിയ അല്ലല്ലോ ജ്യോതിഷം എന്ന് പറയുന്നത്. പക്ഷെ അപ്പോൾ എന്തുകൊണ്ടാണ് സമയത്തിനനുസരിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാറി മാറി വരുന്നത്? സമയത്തിനനുസരിച്ച് ഇപ്പോൾ ഒരു കാലഘട്ടം മാറുമ്പോൾ നമുക്ക് നല്ല കാലം വരുന്നതും ഒരു കാലഘട്ടം കഴിയുമ്പോൾ നമുക്ക് മോശകാലം വരുന്നതും ഇതെന്തുകൊണ്ടാണ്? ഇത് ഗ്രഹനിലയുടെ ജ്യോതിഷത്തിൻ്റെ മാത്രം അവസ്ഥയല്ല. ഒരാള് അവൻ ജനിച്ച സാഹചര്യം ഉൾപ്പെടെ അവൻ്റെ മുൻജന്മം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളെയും ബാധിച്ചിട്ടാണ് അവന്. ഇപ്പം ഒരേ നക്ഷത്രമുള്ള ഒരേ സമയത്ത് ജനിച്ച ആളുകൾക്ക് പല അവസ്ഥയുണ്ട്. ഇപ്പോൾ അംബാനി ജനിച്ച സമയത്ത് തന്നെ വേറെ ആരെങ്കിലും ഇന്ത്യയിൽ ജനിച്ചിട്ടുണ്ടാകും, ഇഷ്ടംപോലെ ആളുകൾ ജനിച്ചിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരേപോലെ ആവണമെന്ന് നിർബന്ധമില്ലല്ലോ. കാരണം അത് അവരുടെ സാഹചര്യം ഉൾപ്പെടെ അല്ലെങ്കിൽ മുൻജന്മം ഉൾപ്പെടെ ഉള്ള അവസ്ഥകളെ സ്വാധീനിച്ചിരിക്കും. അപ്പം അതെന്ന് പറയുമ്പോഴത്തേക്ക് അതുകൊണ്ടാണ് ഈ വ്യത്യസ്തത വരുന്നത്. അതുകൊണ്ടാണ് സയൻസ് നമ്മളിപ്പം പറഞ്ഞിരിക്കുന്ന ചട്ടക്കൂടിനകത്തുള്ള സയൻസ് അല്ല എന്ന് പറയാൻ പറ്റുന്ന ഇതാണ്. അതുകൊണ്ടാണ്. അതായത് ഇനിയിപ്പം നാളെ എന്ന് പറയുന്നത് കുറേ വർഷങ്ങൾക്ക് ശേഷം ഉറപ്പായിട്ടും ഒരു ഫിക്സഡ് മോഡ്യൂൾ എന്നുള്ള രീതിയിലേക്ക് ചിലപ്പം ഈ ഒരു ജ്യോതിഷവും താന്ത്രികവും എല്ലാം മാറിയേക്കാം. എങ്ങനെ ഫിക്സഡ് മോഡ്യൂൾ എന്ന് പറയുമ്പോൾ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഇപ്പം ഇന്ന ഒരു അമ്പലത്തിലൊരു പ്രതിഷ്ഠ ഉണ്ടെന്ന് വെച്ചു. ഉദാഹരണമാണ്, ഒരു ഇമാജിനേഷനാണ്. ഒരു സ്ഥലത്ത് ഒരാളുകൾക്ക് ഒരു അമ്പലം വേണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ഡിവൈസ് അവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവിടെ അമ്പലം വരാനുള്ള ഇതിപ്പോഴത്തെ നമ്മുടെ ദൈവപ്രശ്നം വെക്കുന്നതിന് പകരം അമ്പലം വരാനുള്ള സാഹചര്യം ഉണ്ടോ, അതിന് മാത്രമുള്ള എനർജി അവിടെ ഉണ്ടോ എന്നുള്ളത് ഈ ഡിവൈസ് പറയും, ഉപകരണം പറയും. അങ്ങനെ നാളെ അങ്ങനെ സംഭവിച്ചു കൂടാന്നില്ല. കാരണം ഇന്നത്തെ ടെക്നോളജിയുടെ പോക്കനുസരിച്ചിട്ട്, വിശ്വാസത്തിൻ്റെ പോക്കനുസരിച്ചിട്ട്, ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞാൽ ഇന്നത്തെ വിശ്വാസം നാളത്തെ ടെക്നോളജി ആവുന്ന പോലെ, നാളത്തെ സയൻസ് ആവുന്ന പോലെ ഇത് മാറി വരാം. അപ്പോൾ ആ മെഷീൻ പറയും, ശരി, ഇവിടെ ഇത്രമാത്രം എനർജി, ഇത്ര % എനർജി ഉണ്ട്, ആ എനർജിയിൽ ഇന്ന ഭാവങ്ങളിലുള്ള ദേവപ്രതിഷ്ഠകൾ, ദൈവങ്ങളുടെ അവസ്ഥകൾ വരാൻ സാധ്യതയുണ്ട്, അങ്ങനെ ചെയ്യാം എന്ന് അത് പറയുകയും ചെയ്യും. മിഷൻ പ്രിഡിക്റ്റ് ചെയ്യും, മേ ബി ജ്യോതിഷത്തിന് പകരം. അങ്ങനെയുള്ള അവസ്ഥകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞത്, ബ്രെയിൻ റീഡിങ് എന്ന് പറയുന്ന അവസ്ഥയിലേക്കും പറഞ്ഞത്. അപ്പം അതിനുശേഷം വേണമെങ്കിൽ അപ്പം പ്രതിഷ്ഠാ കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ കർമ്മങ്ങളെല്ലാം കൂടി ഒരു പാക്കേജായിട്ട് വേണമെങ്കിൽ ആ ഒരു അവസ്ഥയിലോട്ട് മാറാം. ആ സമയത്ത് അവിടുത്തെ ആരാണോ ഏറ്റവും മുതിർന്ന ആൾ, പുള്ളിക്കാരൻ ആ വിഗ്രഹം വെക്കുന്നതോടുകൂടി ആ പ്രതിഷ്ഠ കഴിഞ്ഞു എന്നുള്ള അവസ്ഥയിലേക്ക് ഭാവിയിൽ വന്നുകൂടാ എന്നില്ല. അതാണ് ഞാൻ പറഞ്ഞു വന്നത്.